നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഭക്ഷ്യവിഷബാധയെ സംബന്ധിച്ച് ഏവർക്കും അറിയാവുന്നതുപോലെ പൊതുവെ അതികഠിനമായ വയറ്റിളക്കം അല്ലെങ്കിൽ ഛർദി, വയറ്റിൽ കുത്തുന്നത് പോലുള്ള വേദന, പിന്നെ തളർച്ച, തലവേദന, പനി എന്നിവയാണ് സാധാരണഗതിയിലായിട്ട് ഭക്ഷ്യവിഷബാധയോടനുബന്ധിച്ച് നമ്മൾ ലക്ഷണങ്ങളായിട്ട് മനസ്സിലാക്കുന്നത്. എന്നിരിക്കിൽ തന്നെയും ഇത് ഏത് രോഗാണുവാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായിരിക്കുന്നത്, ഈ രോഗാണു ഉൽപ്പാദിപ്പിക്കുന്ന വിഷാംശത്തിൻ്റെ സ്വഭാവം എന്താണ്, ഇത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ വ്യാപിക്കുന്നു, അതുപോലെ തന്നെ രോഗിയുടെ പ്രായം എത്രയാണ്, രോഗിക്ക് മറ്റ് അസുഖങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം ഇതിൽ വളരെയധികം പ്രത്യേകമുള്ളതാണ്. എന്തെന്നാൽ ഭക്ഷ്യവിഷബാധയിലൂടെ വരുന്ന വിഷാംശങ്ങൾ പ്രധാനമായും നമ്മളുടെ രക്തത്തിനെ ബാധിക്കുന്ന ഹീമോടോക്സിക് ആയിട്ടുള്ള വിഷാംശങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ നാഡീഞരമ്പുകളെ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ന്യൂറോടോക്സിക്കുകളുണ്ട്. നമ്മളുടെ മസിലുകളെ ബാധിക്കുന്ന രീതിയിലുള്ള മയോടോക്സിക് എന്ന് പറയുന്ന രീതിയിലുള്ള വിഷാംശങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഭക്ഷ്യവിഷബാധയാണ് കാരണമെങ്കിൽ തന്നെയും ആ ഭക്ഷ്യവിഷബാധയിലൂടെ നമ്മളുടെ ശരീരത്തിൽ ഏത് തരത്തിലുള്ള വിഷാംശമാണ്, അതായത് ഹീമോടോക്സിക് ആണോ, ന്യൂറോടോക്സിക് ആണോ, മയോടോക്സിക് ആണോ എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ ആ വിഷാംശത്തിൻ്റെ അളവ് എന്തോരമുണ്ട്, അത് പ്രത്യേകിച്ചും ഭക്ഷ്യവിഷബാധ വരുമ്പോൾ ഇത് ഭക്ഷ്യവിഷബാധ കൂടുതലായിട്ടും ബാധിക്കുന്നത് കുട്ടികളെയും അതേപോലെ തന്നെ പ്രായമായവരിലെയുമാണ്, പിന്നീട് ഗർഭിണികൾ. അപ്പോൾ ഈ 3 കാറ്റഗറി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് പൊതുവെ രോഗപ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. ചെറുപ്പക്കാരോ അതേപോലെ തന്നെ പ്രായമായവരിലോ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് അമിതമായിട്ടുള്ള മദ്യപാനം, അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം, അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം തുടങ്ങിയ പിന്നെ മറ്റു പല രോഗങ്ങൾ നമ്മൾക്കറിയാവുന്ന ഡയബറ്റിസ്, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുള്ള ജീവിതശൈലിയുടെ ഭാഗമായിട്ട് കൂടുന്ന രോഗാവസ്ഥകൾ കൊണ്ട് പൊതുവെ മനുഷ്യന് രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞു വരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിയിലാണ് ഈ പറയുന്ന ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായിട്ടുള്ള രോഗാക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ കഠിനമായ രോഗലക്ഷണങ്ങളാണ് രോഗിയിൽ ഉണ്ടാകുന്നത്.